ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന തീരപ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി US. ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ പ്രയോഗിച്ചതായിരുന്നു ആക്രമണം. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ സജ്ജമാക്കിയ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ലക്ഷ്യം വച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിവരങ്ങൾ? പക്ഷേ തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ആ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഇറാൻ സ്വാധീന കേന്ദ്രമായി നിലനിർത്തുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ, അതായത് ഹോർമൂസിലെ പരിസരങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂഗർഭ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്ന 5000-ഓളം പൗണ്ട് വരുന്ന വലിയ ബോംബുകളാണ് പ്രയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളെ തകർക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നത് തന്നെ ഏറ്റവും ഗൗരവമേറിയ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു ആക്രമണമാണ് ആ മേഖലയിൽ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്കിന്റെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര സഖ്യമുണ്ടാക്കണമെന്നൊരു ആവശ്യം, ട്രംപിന്റെ ആവശ്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു നിലപാട് പല രാജ്യങ്ങളും സ്വീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഹോർമൂസിനെ സുരക്ഷിതമാക്കുന്നതിനും ഹോർമൂസിന്റെ പരിസരങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തുന്നതിനും അമേരിക്ക മുന്നിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് തന്നെ ഇത്തരത്തിൽ അതിശക്തമായ ഒരു നീക്കങ്ങൾ അവിടെ നടത്തിയെന്ന് അറിയിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു രാഷ്ട്രീയ സ്വഭാവം കൂടി ഈ ആക്രമണത്തിന് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണം നടന്നു ഹോർമൂസിന്റെ പരിസരങ്ങളിൽ. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളെ, അതായത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാൻ ഒരുക്കിയ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിശക്തമായ ആക്രമണം തന്നെയാണ് നടന്നത് എന്ന അടിസ്ഥാനപരമായ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്.